ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാധാ. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കുന്നത് ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ധീരൻ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോയിനെ കുറിച്ചാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറിയ ജാനേമൻ, ജയ് 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 ഹേ, ഫാമിലി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ചിയേഴ്സ് എന്റർടൈൻമെന്റ്സ് നിർമ്മിക്കുന്ന ചിത്രമാണ് ധീരൻ എന്ന് പറയുന്ന സിനിമ. ഭീഷ്മപർവ്വം എന്ന് പറയുന്ന മെഗാ ഹിറ്റ് സിനിമയുടെ രചനയിലൂടെ ശ്രദ്ധ നേടിയ ദേവദത്തിന്റെ സംവിധാനത്തിലോട്ടുള്ള അരങ്ങേറ്റ ചിത്രം കൂടിയാണ് ധീരൻ എന്ന് പറയുന്ന സിനിമ. ടൈറ്റിൽ കഥാപാത്രമായിട്ടുള്ള രാജേഷ് മാധവനാണ്. രാജേഷ് മാധവനൊപ്പം തന്നെ ജഗദീഷ്, അശോകൻ, മനോജ് കെ ജയൻ, വിനീത്, സുധീഷ് എന്നീ സീനിയർ നടന്മാർ ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട്. അതൊക്കെയാണ് ചിത്രത്തിന്റെ ആദിഷയ്ക്ക് മികച്ച അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. മലയാളത്തിലെ വിന്റേജ് യൂത്തന്മാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇവർ എല്ലാവരും ഒരുമിച്ചെത്തുന്നത് തന്നെയായിരുന്നു ധീരൻ എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും വലിയ സവിശേഷത. ഇവരുടെ കരിയറിൽ തന്നെ വളരെ രസകരമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് ഈ ഒരു സിനിമയിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യ അവസാനം വരെ ഹാസ്യത്തിന് പ്രാധാന്യം നൽകിയാണ് ഈ ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നത്. സീനിയർ നടന്മാരും യൂത്തന്മാരും എല്ലാം പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നുണ്ട്. ശബരീഷ് വർമ്മ, അഭിരാം രാധാകൃഷ്ണൻ, സിദ്ധാർത്ഥ് ഭരതൻ, അരുൺ ചെറുകേര എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് ആക്ടേഴ്സ്. എന്തൊക്കെയാണ് ചിത്രം മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ ആയിട്ട് മാറുകയാണ് ധീരൻ എന്ന് പറഞ്ഞ സിനിമ. ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്ക് മികച്ച അഭിപ്രായങ്ങൾ തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ധീരൻ എന്ന് പറഞ്ഞ സിനിമ ഈ ഒരു വർഷത്തെ വിജയ ചിത്രങ്ങളുടെ ഭാഗമായിട്ട് മാറുന്ന ഉറപ്പിക്കുന്ന രീതിയിലുള്ള ആദ്യ റിപ്പോർട്ടുകൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിലെ ആദ്യ കളക്ഷനായിട്ട്. അപ്പോൾ ധീരൻ എന്ന് പറയുന്ന കൊച്ചു മലയാള ചിത്രം നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.